1966 പത്തനംതിട്ടയിൽ നിന്നും നമ്മുടെ വയനാടൻ മണ്ണിലേക്ക് വാര്യർ സാറ് വന്നു. ഇവിടെ കുമാർ കോളേജ് തുടങ്ങി പാരലൽ കോളേജ് വിദ്യാഭ്യാസം. അത് ഇവിടുത്തെ നാട്ടിൻപുറത്തെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസമായിരുന്നു. ചെറിയ സാമ്പത്തികം കൊടുത്ത് നമുക്ക് പൈസ ഇല്ലെങ്കിൽ കടം പറഞ്ഞൊക്കെ പഠിക്കാനുള്ളൊരു സൗകര്യം സാർ ഒരുക്കി തന്നു. ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ സാർ ഇവിടെ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇന്ന് സർക്കാർ സർവീസിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കുമാർ കോളേജിൽ പഠിച്ചത്. ഞാനും 1992 ഇവിടെയാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചൊക്കെ ഞാൻ സാറോട് പറഞ്ഞു. എക്സ്പെക്റ്റ്, എക്സെപ്റ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർത്ത് ഞാൻ സാറോട് പറഞ്ഞു. ഏറെ സ്നേഹമുണ്ട്, ഏറെ നന്ദിയുണ്ട് സാറിനോട്. സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ സാറിൻ്റെ കുമാർ കോളേജ് എന്ന് പറയുന്ന പാരലൽ കോളേജിന് സാധിച്ചു. അപ്പോൾ നമുക്കിന്ന് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ വാര്യർ സാറ് പത്തനംതിട്ട ജില്ലയിൽ എവിടെയായിരുന്നു വീട്? പത്തനംതിട്ട ജില്ലയിൽ കലഞ്ഞൂർ എന്ന സ്ഥലത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ചത്, വളർന്നതും പഠിച്ചതും. കലഞ്ഞൂർ ഹൈസ്കൂളിലാണ്, ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം 59 കഴിഞ്ഞ ഒരു 2 കൊല്ലം അവിടെ ആസാദ് ഹിന്ദു സ്കൂൾ ഓഫ് കൊമേഴ്സ് എന്ന സ്ഥാപനത്തിൽ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. ഡിഗ്രി ഒക്കെ പ്രൈവറ്റ് സ്റ്റഡി ആയിരുന്നു, ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ആയിരുന്നു, മൈസൂർ യൂണിവേഴ്സിറ്റി. കോളേജിലോട്ട് പോകാൻ എനിക്ക് സമയം അനുവദിച്ചില്ല. ഞാൻ ആ സമയം ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിക്കാൻ ഉപയോഗിച്ചതുകൊണ്ട് ഭാവിയിൽ എനിക്ക് ഒരു നല്ല സ്ഥാപനം ടൈപ്പ് റൈറ്റിംഗ് നടത്താൻ കഴിഞ്ഞു. സാറ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് സാറിന്റെ പ്രായം എത്രയായിരുന്നു? വയനാട്ടിലേക്ക് 22ാമത്തെ വയസ്സിൽ. ആ കാലഘട്ടങ്ങളിലെ പ്രീ ഡിഗ്രി ഗ്രൂപ്പുകളായിരുന്നല്ലോ. അന്ന് വയനാട്ടിൽ ട്യൂട്ടോർ വളരെ കുറവായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ വിജയ ശതമാനമൊക്കെ വളരെ മോശമായിരുന്നു. 20%, 15% ഒക്കെ ആയിട്ടായിരുന്നു. പിന്നെ ട്യൂട്ടോറിൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ വന്നു. ആദ്യ ഘട്ടങ്ങളിലൊക്കെ കുറവായിരുന്നു കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുറവായിരുന്നു അന്ന് സ്കൂളിലും വിദ്യാഭ്യാസം. 10ാം ക്ലാസ് വരെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തും, അവിടെ പഠിത്തം നിർത്തും. അങ്ങനെയായിരുന്നു. ട്യൂട്ടോറിൽ പഠിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ 25 രൂപ ഫീസായിരുന്നു അന്ന്. ഒരു മാസത്തേക്ക് കോഴ്സിന്റെ ഫീസ് 25 രൂപയുള്ളൂ. സെപ്റ്റംബറിലേക്ക് പ്രീ ഡിഗ്രി ക്ലാസ് 2 കൊല്ലം ഞാൻ നടത്തി. അന്ന് 25 രൂപ ഫീസ്. 2 മാസത്തേക്ക് 25 രൂപ വെച്ചിട്ട് 50 രൂപ വരും. അങ്ങനെയായിരുന്നു. അപ്പേ എന്തോ എങ്ങോട്ടാ? നമ്മളിതാ കുമാർ കോളേജിലേക്ക് പോവുകയാണ്.